ആര് എന്തൊരു കബോർഡ് വാങ്ങണ്? ഒന്നുമില്ലാച്ചാ വനജ വനജ വരുന്നുണ്ടെന്ന്. അതെയോ? ഓ ഓ സമാധാനം. അപ്പൊ ട്രാൻസ്ഫർ കിട്ടി? ഓ കിട്ടിയിത്രേ. അപ്പൊ അവർക്ക് എന്താ കുറച്ച് ഫയലൊക്കെ പെൻഡിങ് ഉണ്ട്. ഓ അപ്പൊ അതും കൂടി കഴിഞ്ഞ പിന്നെ അവിടുന്ന് റിലീവ് ആവാന്നാ പറഞ്ഞത്. ഓ നന്നായി നന്നായി. സമാധാനായാലും ഇപ്പൊ. ഓ സമാധാനമൊക്കെ ആയി. പക്ഷെ ഇപ്പൊ അതല്ല ഞാൻ ആലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട്. അതിന് എന്തിനാ ചോദിച്ചാ കുട്ടികളല്ലേ. എന്താ അതിന് കുഴപ്പം? എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുട്ടിയായിട്ട് ഇവിടെ വന്ന എന്താവും സ്ഥിതി എന്നാ ഞാൻ ആലോചിക്കണത്. എന്താ ഇവൻ പറഞ്ഞു കൊടുക്കണ എനിക്ക് മനസ്സിലാവണില്ല. എടാ നീ ഇവിടെയും അവളവിടെയും ഇങ്ങനെ എത്ര കാലമായിട്ട് കഴിയണു? ഇതിപ്പോ വരികയാണെങ്കിൽ എനിക്ക് കുട്ടീനെ കളിപ്പിച്ചവിടെ ഇരിക്കുകയും ചെയ്യാം, നിങ്ങൾക്ക് സുഖമായിട്ട് ജോലിക്ക് പോവുകയും ചെയ്യാം. അങ്ങനെ ചെയ്തൂടെ? അല്ല ഒന്നും ഉണ്ടായിട്ടല്ല അച്ഛാ. അച്ഛതാ ഈ കാണുന്ന തിണ്ണൊക്കെ നിറങ്ങിയിട്ടാണ് ഇവിടെ വരുന്നത്. ആ മന്മഥൻ ഉണ്ണി ഇതൊക്കെയാണ് നിങ്ങളുടെ കൂട്ട്. ഇവരെല്ലാവരുടെ അടുത്തും കയറി ഇറങ്ങി നടന്നിട്ടേ ഇവിടെ വരുമ്പോ കുട്ടി ഉണ്ടെങ്കിൽ എന്താവും സ്ഥിതി? ഞാൻ വെറുതെ അതിലും ഇതിലും പോകുന്നില്ല. അവിടുന്ന് പുറത്തേക്കാണ് ഇറങ്ങുമ്പോൾ അതാ നോക്ക് അസലായിട്ട് മാസ്ക് വെച്ചിട്ടാണ് പോണ്. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് ഇറങ്ങി പോവല്ല വിവരമില്ലാത്ത ആൾക്കാരെ മാതിരി. വിവരമുള്ള ആള് ഇത് എവിടെയാണ് മാസ്ക് വയ്ക്കുന്നത്? താഴെ മുകളിലല്ലേ? അല്ലാണ്ട് പിന്നെ മൂക്കും വായും കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് ശ്വാസം പൂട്ടില്ലേ? അപ്പൊ പിന്നെ എന്തിനത് വയ്ക്കണത്? അത് സർക്കാർ പറഞ്ഞിട്ട്. സർക്കാർ പറഞ്ഞ് കേൾക്കുക പോകണം, എനിക്ക് ശ്വാസം കൂട്ടണം. അത് തന്നെയാ വഴി. നല്ല സ്ഥലത്തേക്കാൻ പറ്റുകൾ വരുന്നത് എന്തായാലും തീരുന്നാവാ. നിന്റെ ഈ ബേജാറാണ് ഇതെല്ലാത്തിനും കുഴപ്പത്തിന് കാരണം, വേറെ ഒന്നുമല്ല. എന്റെ ബേജാറപ്പ കുഴപ്പം. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ കാണിച്ചു കൂട്ടണമെന്നല്ല. അല്ല നിനക്ക് കാര്യങ്ങൾ അറിയായിട്ടുണ്ട്. എന്ത് കാര്യമാണ്? മനുഷ്യന്മാരെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാനുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ടയാണ് ഇതിന്റെ പിന്നില്. അത് നിനക്ക് അറിയില്ല, മനസ്സിലായിക്കോ. ആ അച്ഛനാ പറഞ്ഞിരുന്നു. അതെ അച്ഛാ, അതാ നോക്കി പ്രായമായവർക്കുള്ള വാക്സിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഓ അപ്പൊ നിങ്ങൾ നാളെ പോയിട്ട് അതൊന്ന് എടുക്കിട്ടോളി. അത് ഞാനാ? പിന്നെന്താണ്? ഞാൻ എടുക്കില്ല. എന്താണ്? എനിക്ക് വേണ്ട. ഞാൻ ഇഞ്ചിച്ചായിട്ട് മരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതാണ്. എന്താ ഈ പറയണത് നിങ്ങള്? എന്താ പറഞ്ഞ എടുക്കില്ല. അതന്നെ എടുക്കില്ല എന്ന് പറഞ്ഞ പിന്നെ ആ കുട്ടീനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നെ. കുട്ടിയെ കൊണ്ടാ പറ്റില്ല. വേണ്ട, നീ അങ്ങോട്ട് പോയിക്കോ. എന്തൊക്കെ തന്ത പറഞ്ഞാലും മനസ്സിലാവാത്ത നിങ്ങക്ക്. അതെ അച്ഛാ, താൻ നോക്ക് പഴയ കാലിലാട്ടോളി. 21-ാം നൂറ്റാണ്ടാണ്. അതിന് ആളുകളൊക്കെ അതാണ് പുരോഗമന ചിന്താഗതിക്കാരാണ്. അതിന്റെ ഇടയ്ക്ക് വെറുതെ പിന്തിരിപ്പൻ ചിന്താഗതിയായിട്ട് നടക്കണ്ട. നിങ്ങള് വാക്സിൻ എടുത്തോളി മര്യാദക്ക്. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ശീതള. ആ വാക്സിൻ ഞാൻ എടുക്കില്ല. എന്താ നിങ്ങൾ എടുക്കാത്തത്? എന്നാ ഞാൻ കാസർഗോഡേക്ക് പോവാ. നീ കാസർഗോഡേക്ക് പോക്കടാ. അത് ശരി, നീ കാസർഗോഡേക്ക് പോകണമെങ്കിൽ പോക്കോ. അല്ലെങ്കിൽ നിന്നെ കണ്ടിട്ടാണ്. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും ഇവിടെ. ഒറ്റയ്ക്ക് താമസിക്കും ഞാൻ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് പുഴുത്ത് ചാവും, നാറും. അപ്പൊ വലിച്ച് കുഴിച്ചിടാൻ വേണ്ടി വന്നാൽ മതി കേട്ടോ. അഴുത സ്വന്തം താന്തയോടും കുടുംബത്തിനോടല്ല സ്നേഹം, സാമ്രാജ്യത്വ ശക്തികളോടാണ്. നായകള് ഉണ്ണിയുടെ പകുതി വിവരമുണ്ടായാൽ മതിയായിരുന്നു. പോത്തുകൾക്ക് വെറുതെ തിന്നാൻ കൊടുക്കട്ടെ. എന്താ ചെയ്യാ? ഞാൻ എവിടെയൊക്കെ പോയിട്ട് കണ്ണി കണ്ടൊക്കെ കേട്ട് വന്നിരിക്കുകയാണ്. അന്ത മൂന്നല്ലാണ്ട് ഇത് ചത്തുപോയാ എന്ത് ചെയ്യും ഞാൻ? എടുത്തു സാർ. ഓ കൊടുത്തു സാർ. മടുത്തു സാർ. അല്ല, ആൾക്കാരോടെ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മടുത്തു എന്ന് പറയണേ. നമസ്കാരം സാർ. സാർ. ഓക്കെ സാർ, ഓക്കെ. തരാം, ഡീറ്റെയിൽസ് അയക്കാം. ഓക്കെ, താങ്ക് യു സാർ. എന്താ പേര്? എൻ്റെ പേര് ശീതള എന്നാണ്. എത്ര വയസ്സ്? വയസ്സ് 46. 46. ഓ. എന്താ അസുഖം? അല്ല സാറേ, ഞാൻ അസുഖമായിട്ട് വന്നല്ലേ. പിന്നെന്താ? ഈ കോവിഡ് വാക്സിന്റെ ഒരു സംശയങ്ങൾ തീർക്കാൻ വേണ്ടി വന്നതാണ്. ഇരിക്കൂ. അല്ല വേണ്ടെന്ന് പറയുന്ന സമയം കൊണ്ട് ഇരിക്കൂ. എന്താ ശീതളന്റെ സംശയം? അതെ, നാം വന്ന എന്താ അറിയാ സാറേ, എൻ്റെ അച്ഛൻ എത്ര പറഞ്ഞാലും ഈ വാക്സിൻ എടുക്കാൻ കൂട്ടാക്കണില്ല. എന്താ ചെയ്യാ? പക്ഷേ നമുക്ക് ഇത് ഒരാളെ നിർബന്ധിച്ച് വാക്സിൻ കൊടുക്കാൻ പറ്റില്ല അല്ലേ? അച്ഛനെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിക്കാം. അല്ല, അതിന് പറഞ്ഞ കേക്കണ്ടേ? പിടിവാശി അതാണ്. എന്ത് ചെയ്യും?
അല്ല സാറേ നമ്മൾ പിന്നെ ഈ വാക്സിൻ എടുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? ആ ഫോട്ടോ പതിച്ച ഒരു ID കാർഡ് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അത് ശരി, അത്ര വേണ്ടു. അതല്ല, ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുക്കുമല്ലോ, മൊബൈൽ നമ്പർ. ശരി, ആ മൊബൈലിൽ SMS വരും. അത് ശരി. ഒരു SMS വരണേനാണ് ഈ തന്ത ഇങ്ങനെ കിടന്ന് വെപ്രാളടിക്കുന്നത്. എടോ പറഞ്ഞു തീരട്ടെ. ഇനി എന്താ? ആ SMS വരുമ്പോൾ അതിനകത്ത് സ്ഥലവും സമയമൊക്കെ ഉണ്ടാവും. ആ അപ്പൊ അതനുസരിച്ചിട്ട് പോയി ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പൊ എവിടുന്ന ഇഞ്ചക്ഷൻ എടുക്കണത്? എടോ ഞാൻ പറഞ്ഞില്ലേ തന്റെ ഫോണിൽ ഒരു SMS വരുമെന്ന്, അതിനകത്ത് സ്ഥലവും സമയമൊക്കെ ഉണ്ടാവും. അതനുസരിച്ചിട്ട് താൻ പോയി ഇഞ്ചക്ഷൻ എടുത്താൽ മതി. അപ്പൊ ഇനി വേറെ സംശയമൊന്നുമില്ലല്ലോ? എന്താ? അല്ല എനിക്ക് ശരി, നല്ലത്. അത് വാക്സിൻ എടുക്കുകയാണ്. മോൻ ഇങ്ങനെയാണെങ്കിൽ തന്ത എന്തായിരിക്കും മുതല്? രാത്രി കള്ളുടിച്ചിട്ട് ഹിമാറുകൾ ഇട്ട് വെച്ച് പോണതാ. മൊയ്തുക്ക, എന്താണ് രാവിലെ തന്നെ നല്ല പണിയാണല്ലോ. അതെ, ആ ഞാൻ ഈ വായൊക്കെ കുറച്ച് വളടച്ചിട്ടേ വായൊക്കെ ഗ്രഹണി അടിച്ച കുട്ടികളെ പോലെ നിൽക്കുക. കൊലച്ചിട്ടൊക്കെ ഉണ്ട്. കൊലക്കൊന്നും വണ്ണം പറഞ്ഞെങ്കിലേ കുറച്ച് വെണ്ണീരം ഇട്ട് കൊടുത്താൽ ചാണകപ്പൊടി ഇടണോ? ചാണകപ്പൊടി ഉണ്ടച്ചുണ്ട്. എന്റെ പോണേ ഇല്ല, ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണേ. വാക്സിൻ എടുത്തോ നിങ്ങള്? എടുത്തോ? കഴിഞ്ഞ ആഴ്ച പോയി എടുത്ത്. ഈ പ്രായമായവരൊക്കെ ഇത് നേരത്തെ കണ്ട് എടുക്കുക നല്ലത്. ഞാൻ മക്കള് പറഞ്ഞോട്ടെ നമ്മളെ രാജേഷിന്റെ ഓട്ടോറിക്ഷയും വിളിച്ചു പോയിട്ട് ആ എടുത്തും കൊണ്ട് പോകുന്നു. ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? നിങ്ങൾക്ക് അതിനുള്ള ബോധമുണ്ട്. എന്റെ തന്തപ്പിടിക്ക് വലുത് പറഞ്ഞാൽ മനസ്സിലാവട്ടെ. മനസ്സിലാവട്ടല്ല, ഓനാ ഉണ്ണിയും ചെങ്ങായിമാരൊക്കെ പറഞ്ഞ് തെറ്റിക്കുക. അതാ അങ്ങനെ പറയും നിങ്ങൾ. ആ എണ്ണം കേട്ട ചെങ്ങായിനെ കയ്യിലെങ്ങാനും കിട്ടിയാണല്ലോ തല്ലി ഞാൻ കൊല്ലി ഞാൻ. അല്ലെ അങ്ങനെയാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത പ്രചരണം ഈ വാക്സിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇപ്പൊ ജയിലിലാണ്. ഇനി ഒരാളോട് വർത്താനം പറയൂല. വിട്ട് കഴിഞ്ഞാ അപ്പൊ ഇനി തുടങ്ങും അടുത്തത്. എന്താ പച്ചന്റെ കാര്യത്തിൽ കാട്ടുക? ഇപ്പൊ നിങ്ങൾ എന്തായാലും ഇപ്പൊ വാക്സിൻ എടുത്ത ഒരാളാണ് അല്ലേ? അപ്പൊ നിങ്ങൾ പോയിട്ടൊന്ന് പറയും എന്റെ അച്ഛനോട്, ഈ വാക്സിൻ ഒന്നും എടുക്കും ഒരു കുഴപ്പമില്ലാന്നൊന്ന് പറഞ്ഞു നോക്ക്. ആര്? ഞാൻ എൻ്റെ അച്ഛനോട്? എന്താണ്? നാട്ടിലെ വേറെ ആരോട് വേണമെങ്കിലും ഞാൻ പറയൂ. എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ ഓ കേൾക്കൂല. അതെന്താ അറിയോ? പണ്ടേ ഞങ്ങൾ രണ്ടാളും രണ്ട് ധ്രുവത്തിലാ. ഓൻ പറഞ്ഞ ഒരു സാധനവും ഞാനും കേൾക്കൂല, ഞാൻ പറഞ്ഞ ഒരു സാധനം ഓനും കേൾക്കൂല. പണ്ടൊക്കെ ഞങ്ങൾ സിനിമക്ക് പോകുമ്പോൾ ഓനിഷ്ടമുള്ള സിനിമയാണ് ഓൻ കാണുക, എനിക്കിഷ്ടമുള്ളത് ഞാൻ കാണും. അങ്ങനെയാണ് ഞങ്ങൾ. ചങ്ങായാളാണ് ശത്രുക്കൾ എന്നാ പറയാ. ഏത് കാലത്ത് തുടങ്ങിയതാ? അല്ല നിങ്ങൾ ഈ കാര്യം ഒന്ന് പറയും, ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. അല്ല പറയാൻ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. ഇതിപ്പോ അച്ഛനൊന്ന് വാക്സിൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കുട്ടീനെ ഭാര്യ കൊണ്ടുവരായിരുന്നേ. അപ്പൊ ട്രാൻസ്ഫർ ഒക്കെ ശരിയായെന്ന് സത്യശീലം പറഞ്ഞല്ലോ. എല്ലാം ശരിയായിരിക്കാണ്. എന്താ ചെയ്യാ? കുട്ടിക്ക് ഇപ്പൊ 4 വയസ്സാണ്. ആ കുട്ടീനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ അച്ഛൻ ഈ വാക്സിൻ എടുക്കാണ്ട് എന്താ ചെയ്യാ? ഞാൻ ഇനിയിപ്പോ ഒരു വയ്യുള്ളൂ. ഇജു എൻ്റെ ഭാര്യയും കുട്ടിയും പോയിട്ട് വാക്സിൻ എടുക്കുക, അച്ഛനെ വിട്. ഇനിയിപ്പോ മൂപ്പർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ തന്നെ നിങ്ങൾക്ക് പിടിക്കുമല്ലോ. ഏത് എന്താ പറഞ്ഞു പോയതുക്കാ നിങ്ങള്? ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്. അതിനാ ഇനിയിപ്പോ ഈ ഉണ്ണി അച്ഛനൊക്കെ പറഞ്ഞ പോലെ മനുഷ്യരാശിനെ ഒന്നരങ്ങ് അങ്ങോട്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു ഏതെങ്കിലും സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന ഒരു തന്ത്രാണെങ്കിലോ ഈ വാക്സിൻ കുടുങ്ങിയില്ലേ?